ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം. വേറെ സാം അല്ല, സാമി എഫക്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂവി റിവ്യൂ. വേറെ ഒരു മൂവിയുമല്ല, സൂ ഫ്രം സൂ, അങ്ങനെ എന്താണ്ടാണ് പേര്. കറക്റ്റ് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷേ പടം കൊള്ളാം ഗായ്സ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് നമ്മളെ പേരിലൊന്നും അല്ലല്ലോ കാര്യം, പടം കൊള്ളാം ഗൈസ്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറും 17 മിനിറ്റും പടമുണ്ട്. പടം പോണതേ അറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒന്ന് സ്റ്റാർട്ടായി വരുന്നതിൻ്റെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നൈസിനൊരു ഫ്ലോയിലും വഴി പോകും. പിന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ട് കേട്ടോ. ഇമോഷൻസ് ആ ടൈമിൽ കുറച്ച് നമുക്കൊന്ന് ഒരു ലാഗ് പോലെ തോന്നും, പക്ഷെ ലാഗല്ല. മിക്ക കോമഡികളും നമുക്ക് കിടിലമായിട്ടാണ് തോന്നുന്നത്. നല്ലോണം ചിരിക്കാനും, തിയേറ്റർ ഫുള്ള് ചിരിക്കുക നമ്മൾ കോമഡി ആ വരുന്ന സമയത്ത്. അപ്പോഴത്തേന് പടം ഓവറോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പടം സൂപ്പറാണ്. വൺ ടൈം കണ്ടിരിക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഗൈസ്. ഈ പടം വൺ ടൈം എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ പടം ചിലപ്പോൾ OTT വരുമ്പോൾ എത്രത്തോളം ക്ലിക്ക് ആവണമെന്നില്ല. അതിൻ്റെ കുറച്ച് പോർഷൻസ്, നോട്ട് ദ പോയിൻറ്റ്, കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്തും ട്രിം ചെയ്തുമൊക്കെ റീൽസിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അതൊഴിച്ച് ഇത് OTT വരുമ്പോൾ എത്രത്തോളം ഇത് ഈ ഒരു തിയേറ്റർ കിട്ടിയ റെസ്പോൺസിൻ്റെ പോലെ കിട്ടണമെന്നില്ല. ചില പടങ്ങൾ നേരെ തിരിച്ചാണ്. നമ്മൾ തിയേറ്ററിൽ കിട്ടിയ റെസ്പോൺസ് ആയിരിക്കത്തില്ല. OTT വരാൻ ഭയങ്കര ഹൈപ്പായിരിക്കും സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണാടി കുറച്ച് നേരത്തേക്ക് കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ സൂപ്പറാണ്. ഒരു വൺ ടൈം വാച്ച് മൂവി, വൺ ടൈം വാച്ചബിളേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ ടൈം വാച്ചബിളേ ഉള്ളൂ. പടം ചിരിക്കാൻ ഒരുപാടുണ്ട് ഗൈസ്, ഒരുപാട് ചിരിക്കാനുണ്ട് സംഭവം. നല്ല രീതിക്ക് എടുത്തേക്കുന്നൊരു പടമാണ്. പിന്നെ പുള്ളിയുടെ പേരെനിക്കറിയത്തില്ല, ടർബോയിലൊക്കെ വില്ലനായിട്ട് വന്നത് രാശീവ് ഷെട്ടിയോ അങ്ങനെ എന്തുകൊണ്ടല്ലേ പുള്ളിയുടെ പേര്, എനിക്കറിയത്തില്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. അപ്പം പുള്ളി നല്ലോണം ഇതിനകത്ത്, പുള്ളിയൊക്കെ ആദ്യം വന്നിട്ട് പുള്ളി ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര കോമഡി സീൻസൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൽ നായകനായിട്ടാണ് അഭിനയിച്ചിരുന്നത്. പിന്നെ ഒരു പേരെടുത്ത് പറയണം ഗൈസ്, പുള്ളിയുടെ പേര് ഇതിനകത്ത് രവി അണ്ണനോ അങ്ങനെ എന്തുകൊണ്ടാണ്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളിയുടെ ലാസ്റ്റിലത്തെ കുറച്ച് ഫൈറ്റ് ആയാലും കാര്യങ്ങളും പുള്ളിനെ കാണുമ്പോൾ എനിക്ക് ജോർജിനെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ നല്ല സൈസൊത്ത ഒരാളും സംഭവമൊക്കെയാണ്. പുള്ളി കൊള്ളാം ഗൈസ്. പുള്ളി ഒരു നല്ല രസമുണ്ട് പുള്ളിയുടെ, സത്യം പറയാൻ. ഓൾമോസ്റ്റ് പടം സൂപ്പറാണ്. ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ചിലപ്പോൾ ഇത് OTT വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ ഗോ ആൻഡ് വാച്ച് തിയേറ്റർ മസ്റ്റാണ് കേട്ടോ. സൗണ്ടിങ് ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. സറൗണ്ടിങ് ഒക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ചില സൗണ്ട്സ് നമ്മുടെ എന്താ പറയുന്നത്, ഈ പ്രേതം വരുന്നതിൻ്റെയൊക്കെ ചില സൗണ്ട്സൊക്കെ ഇങ്ങനെ കറങ്ങി സറൗണ്ടിങ് പോകുമ്പോൾ നല്ല രസമൊക്കെ. അതുപോലെ ഗൈസ് എല്ലാ രീതിയിലും ടെക്നിക്കൽ പരമായിട്ടും എല്ലാ രീതിയിലും അത്യാവശ്യം കുറച്ച് പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ അവരെ പടങ്ങളൊന്നും നേരത്തെ കണ്ടിട്ടില്ല. പടം ഓൾമോസ്റ്റ് സെറ്റാണ് ഗൈസ്. തിയേറ്ററിൽ പോയി നിങ്ങൾ 150-200 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ വർത്താണ്. ഒരു 2 മണിക്കും 17 മിനിറ്റും നിങ്ങൾ ഒന്നും അറിയാതിരുന്ന് കാണാൻ പറ്റും. സെറ്റായിരിക്കും പടം ഗായ്സ്. നിങ്ങൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി തിയേറ്ററിൽ തന്നെ കാണുക. സൂപ്പറായിരിക്കും പടം. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് സൂപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലേ നിങ്ങൾ പോയി കണ്ടിട്ട് പറയാം. അപ്പം നമുക്ക് അടുത്തൊരു റിവ്യൂ കാണുന്നവരേക്കും സ്റ്റേ സേഫ്. അടുത്ത റിവ്യൂ കാണും ഗൈസ്. ഇവിടെ എല്ലാം കാണും ഗൈസ്. അടുത്ത ഇനി കൂലിക്കാണ് ഗൈസ്. അതിന് മുമ്പേ ഏതെങ്കിലും പടം ഇറങ്ങണമെങ്കിൽ അതിനെ നമ്മൾ പോകും ഗൈസ്. എനിക്ക് തോന്നുന്നു അൺബോക്സിങ്ങിനെക്കാട്ടി റിവ്യൂ ഇടുന്നതായിരിക്കും നല്ലതെന്ന്. റിവ്യൂ റിയാക്ഷനും എല്ലാം ചെയ്യാം ഗൈസ്, അതേ നടക്കൂ ഗൈസ്. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ, എല്ലാം ലൈക്ക് ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് യുവർ സാമി എഫക്സ് സൈനിങ് ഔട്ട്.